എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും. ഗുളു ഗുളു എന്നിരിക്കും ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നേക്കുന്നത് ഇന്നൊരു സിമ്പിൾ ടോപ്പിക്കുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ സിമ്പിൾ ഫേസ് വാഷിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്ക്. വെറുതെ ഇതിനെ പിശിക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയ ഒരു ഫേസ് വാഷ് പറഞ്ഞു തരുമോ ഇത്താന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. സിമ്പിളുടെ ഫേസ് വാഷ് പൊളിയാണ്, പേക്കച്ചും മക്കച്ചും കൊക്ലാച്ചയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം നമ്മൾ ഒറിജിനൽ സാധനം തന്നെ നോക്കി പിടിച്ച് കണ്ടുപിടിച്ച് മേടിക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഇതാക്കുക. ഇതിനകത്ത് പാരബൻ ഫ്രീയും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടുള്ള ഒരു ജെന്റിൽ ഫേസ് വാഷ് ആയിട്ട്, ഈവൻ നമുക്ക് രാവിലെ ഒരു ക്ലെൻസർ ആയിട്ട് പോലും നമുക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം. കിടിലൻ ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും. ഈവൻ ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും എല്ലാം പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചുകൂടെ ബെറ്റർ സാലിസിലിക് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ്സ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ പണി മേടിക്കുന്നുണ്ട്. അപ്പം രാവിലെ ആയാലും രാത്രി ആയാലും നമുക്ക് എല്ലാ സ്കിൻ ടൈപ്സുകാർക്കും, നമുക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് സൂപ്പറായിട്ട് ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് ഫാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫാനൊന്നും അല്ല ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര സോപ്പിയൊന്നും അല്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി വൈസ് പറയുന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഗുളു ഗുളു എന്നിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് സോപ്പി ഫീലിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തരുന്നത്. കാരണം ഞാൻ സോപ്പി ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മാമാർത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ വേണമെങ്കിലും ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് സിമ്പിളുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. നമുക്കൊരു ജെന്റിൽ ക്ലെൻസർ ആയിട്ടും വേണമെങ്കിൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ് ടു കോമ്പിനേഷൻകാർക്ക് വേറെ ലെവൽ പിന്നെ ഫേസ് വാഷ് ആണ്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞ പോലെ സാലിസിലിക് ബേസ്ഡ് ആയിരിക്കും നല്ലത്. പിന്നെ ഇത് ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ബേണിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിക്ക് ഇറിറ്റേഷൻസും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിഡിലൻ, അതായത് വലിയ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ ഫേസ് വാഷിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുക. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. 2x വൈറ്റമിൻ ഇയും പ്രോ വൈറ്റമിൻ B5ഉം അമിനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നെ എല്ലാം കൊണ്ട്, അതെനിക്ക് ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, ആൽക്കഹോൾസോ അതുപോലെ പെർഫ്യൂംസോ അതുപോലെ തന്നെ സോപ്പോ ഒന്നും അടങ്ങിയിട്ടില്ല. 100% നല്ല അടിപൊളിയായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. ശരിക്കും എക്സ്ട്രാ ഓർഡിനറി കിഡിലൻ സാധനമാണ്. കിഡിലൻ സാധനമാണ്. എല്ലാ സ്കിൻ ടൈപ്സുകാർക്കും ഒരു കുഴപ്പമില്ലാതെ കണ്ണും പൂട്ടി ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം ഇതിനകത്ത് എല്ലാ സ്കിൻ ടൈപ്സിനും, ഈവൻ സെൻസിറ്റീവ് സ്കിന്നിന് പോലും പറ്റുന്ന സാധനമെന്ന് പറഞ്ഞാൽ ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വരെ പറ്റുന്ന സാധനമാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്നത് കൊണ്ട് നല്ലൊരു ഫേസ് വാഷ് നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും വാങ്ങിച്ച് പണി വാങ്ങിക്കരുത്. നല്ലതുപോലെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് എൻ്റെ വീഡിയോ വൈറലാവുന്നത് കാര്യങ്ങളും ഒന്ന് മിന്നിച്ചേക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.